മൃഗങ്ങളെക്കുറിച്ചുള്ള സാമാന്യ അറിവും അവയുടെ സ്വഭാവ സവിശേഷതകളും ശീലങ്ങളും മനസ്സിലാക്കാനായി എറണാകുളം കലൂർ ഗ്രീറ്റ്സ് പബ്ലിക് സ്കൂളിൽ ഒരു പെറ്റ് ഷോ നടന്നു. 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ അവരുടെ അരുമകളെ പ്രദർശിപ്പിച്ച പരിപാടി തികച്ചും വ്യത്യസ്തമായിരുന്നു. സഹിൻ ആന്റണിയാണ് അവിടേക്ക് പോയത്. കാണാം. ഞാനിപ്പോഴുള്ളത് കലൂർ ഗ്രീറ്റ്സ് പബ്ലിക് സ്കൂളിലാണ്. ഇവിടെ ഒരു പെറ്റ് ഷോ നടക്കുകയാണ്. പെറ്റ് ഷോ എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, ഒന്നൊന്നൊന്നര പെറ്റ് ഷോയാണ്. കാരണം ഇവിടുത്തെ കുട്ടികൾ തന്നെ വളർത്തുന്ന വളർത്തുമൃഗങ്ങളെയും ഒപ്പം തന്നെ പക്ഷികളെയും എല്ലാം ഇങ്ങോട്ടേക്ക് അവരെത്തിച്ചിട്ടുണ്ട്. നമുക്ക് കാണാം, സാധാരണ കുട്ടികൾക്ക് ഈ മൃഗങ്ങളോടൊരു സ്നേഹം വർദ്ധിക്കുന്നതിനും ഒപ്പം തന്നെ അവർക്ക് ഈ മൃഗങ്ങളോടുള്ള ഭയം മാറുന്നതിനും വേണ്ടിയൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു പെറ്റ് ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. നല്ലൊരു കാര്യമാണ്. കാണുന്നത് പോലെ തന്നെ ഓരോ കുട്ടികളുടെ കോൾമി റിയോ ജൂനിയർ, അങ്ങനെ പല പല പേരുകളിൽ ഓരോ കുട്ടികളും അവർ വളർത്തുന്ന ഓരോ പെറ്റുകളെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ വളർത്തുമൃഗങ്ങളും പക്ഷികളും പാമ്പ്, ആന, പല സാധനങ്ങളും. എന്തൊക്കെയാണ് ഉള്ളത്? പാമ്പ്, പട്ടി, പൂച്ച എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ആനനെ കണ്ടാ? ആനയൊക്കെ ഉണ്ടല്ലേ? മോളാണ് നോക്കുന്നത്. എന്താ ഇയാളുടെ പേര്? കൊണ്ടുനടക്കാറുണ്ടോ? പുറത്തൊക്കെ കൊണ്ടുനടക്കാറുണ്ടോ? ഇതൊക്കെ സംഘടിപ്പിച്ച ഒരാൾ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ പ്രിൻസിപ്പാളാണ്. ടീച്ചറെ, എന്താണ് ഇങ്ങനൊരു സംഭവം ഒരുക്കാനുള്ള പ്രചോദനം? എല്ലാ വർഷവും പെറ്റ് ഷോ സ്കൂളിൽ നടത്താറുണ്ട്. അത് ഞങ്ങളുടെ ഒരു ക്ലബ്ബുണ്ട്, എക്കോ ക്ലബ്ബ്. ആ ക്ലബ്ബിലെ കുട്ടികളാണ് ഇതിനൊരു ഇനീഷ്യേറ്റീവ് എടുത്തത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ നടത്തി, അത് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. ഈ വർഷത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഒരു സ്റ്റുഡൻറ്റിന് ഒരു എലിഫൻ്റ് ഉണ്ട്, ആനയെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഈ വർഷത്തെ ഹൈലൈറ്റ് ഓഫ് ദ ഷോ എന്ന് പറയാനായിട്ട്. എനിക്ക് തോന്നുന്നു ഈ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ വളർത്തുമൃഗങ്ങളെല്ലാം എല്ലാവരും അവരുടെ വീട്ടിൽ ആർക്കൊക്കെ പെറ്റ്സ് ഉണ്ടോ അവരൊക്കെ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ പെറ്റ് ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പെറ്റ്സിനെ വാങ്ങിയ കുട്ടികളും ഉണ്ട്. അതാണ് ഞങ്ങളുടെ ഒരു സക്സസ് ഓഫ് ദ ഷോ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ കുട്ടിക്ക് പെറ്റൊക്കെ മേടിച്ചു കൊടുത്തത് ഈ സമയത്ത്? അതെ, പെറ്റ് മേടിച്ചു കൊടുക്കണമല്ലോ. കാരണം ഇത് ഒരു സ്കൂളിലും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഇതേവരെ. ഞാൻ ഈ വർഷമാണ് ഇവിടെ ജോയിൻ ചെയ്തത്. കഴിഞ്ഞ വർഷമേ ഇതിനെക്കുറിച്ച് നല്ലൊരു അറിവുണ്ടായിരുന്നു. ആക്ച്വലി പെറ്റ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ റീസെൻ്റ്ലി മൂവ് ചെയ്തുകൊണ്ട് പുതിയ പെറ്റിനെ വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു വാങ്ങിക്കൊടുക്കായിരുന്നു എന്ന്. കാരണം പെറ്റ്സിനോടുള്ള പേടി മാറാനും നല്ലതാണല്ലോ. മോനെ ഇങ്ങോട്ട് വന്നേ. എന്ത് ഇയാളുടെ പേര്? ശേഖരൻ. ശേഖരൻ മോന്റെ ആണോ? മോനെ എത്രയിലാണ് പഠിക്കുന്നത്? ഞാൻ 9th. എന്താ ഇന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇന്നിവിടെ പെറ്റ് ഷോ ആണ്. അപ്പോ മിസ്സിന്റെ അടുത്ത് ചോദിച്ചപ്പോ കൊണ്ടുവന്നോളാം പറഞ്ഞു. ആനയുടെ ആളാണ്. അതെ അതെ അതെ. മോൻ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതെ അതെ. 3 പേരും ആഗ്രഹമായിരുന്നു ഇവിടെ കൊണ്ടുവരണമെന്നുള്ളത്. കുട്ടികളുണ്ട്. ഇയാളാണ് ഇളയാള്. ആനനെ നോക്കാറുണ്ടോ? സന്തോഷമാണോ? ഇഷ്ടമാണോ ആനന? പുള്ളി വേറെ എന്തൊക്കെയോ തിരക്കിലാണെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെയാണ്. എന്തായാലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നിറഞ്ഞ ഒരു ദിവസം കൂടിയാണിന്ന്. കാരണം ആനയെയും നായയെയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പക്ഷികളെയും എല്ലാം അടുത്ത് കാണാൻ കഴിയുകയും ഒപ്പം തന്നെ അവരവരുടെ മൃഗങ്ങളെയും വളർത്തു പക്ഷികളെയും എല്ലാം ഇവിടെ എത്തിച്ച് സുഹൃത്തുക്കളെ എല്ലാം കാണിക്കുന്നതിനും ലഭിച്ച ഒരു അവസരമാണ്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ ഇങ്ങനെ ഒരു പെറ്റ് ഷോ, അത് കുട്ടികൾക്ക് ഈ ഇത്തരം മൃഗങ്ങളോടുള്ള സ്നേഹം കൂടുന്നതിനും ആ മൃഗങ്ങളെ സ്വന്തമായി കൊണ്ടുനടക്കുന്നതിനും പരിപാലിക്കുന്നതിനുമെല്ലാം ഒരു അവസരം കൂടിയായിട്ടാണ് ഇതിനെ കാണേണ്ടത്.